ഇത് മാസ് മോട്ടോഴ്സിനാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് വണ്ടി മീറ്ററിനകത്ത് ഇപ്പോൾ കാണുന്നത് 54,018 കിലോമീറ്ററാണ് നിലവിൽ കാണുന്നത് കേട്ടോ. 1,00,000 കൗണ്ട് ചെയ്ത് പോയതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് ചെയിൻ സ്പോക്കറ്റ് മാറണം, അതേപോലെ എഞ്ചിൻ ഓയിൽ മാറ്റണം. പിന്നെ മിസ്സിങ് കംപ്ലയിൻറ്റ് ഉണ്ട്, അത് ഏറ്റവും കൂടുതൽ മോർണിംഗിലാണ് കാണിക്കാം. പിന്നെ വാട്ടർ സർവീസിനെസ് പറഞ്ഞിട്ടുണ്ട്, ബാക്കിലത്തെ റിയർ കൗളിൻ്റെ ഭാഗത്തുനിന്ന് വൈബ്രേഷൻ സൗണ്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ജനറൽ സർവീസിൻ്റെ കേസ് നിലവിൽ പറഞ്ഞിട്ടില്ല, കാരണം ജനറൽ സർവീസ് ഉണ്ടെങ്കിലാണ് ബാക്കിയത്തെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നവർക്ക് ചെയിൻ സ്പോക്കറ്റ്, മിസ്സിങ് കംപ്ലയിൻറ്റ്, എഞ്ചിൻ ഓയിൽ മാറ്റാം, പിന്നെ അതേപോലെ തന്നെ റിയർ കൗണ്ട് കേസ്. അപ്പോൾ അത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ നോക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് അടക്കം ഉൾപ്പെടുത്താവുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. അതിൻ്റെ ബാക്കിലത്തെ ചെയിൻ സ്പോക്കറ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ചെയിൻ സ്പോക്കറ്റ് ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്, നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർന്നതാണ്. അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റ് മാറുന്ന കൂട്ടത്തിൽ നമുക്ക് അതിൻ്റെ ഈ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് മാറണം, അത് പൊട്ടിക്കിടക്കാം കേട്ടോ. പിന്നെ അത് കൂടാതെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ്. അപ്പോൾ അത് ശരിക്കുണ്ടല്ലോ, നമുക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് ലൈനർ ഉപയോഗിക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ഈ വീലിൻ്റെ ഹബ്ബ് കണ്ടോ, അത് ഈ ഹബ്ബിൻ്റെ ഈ ഭാഗം നോക്കി കഴിഞ്ഞാൽ അറിയാം നല്ല രീതിയിൽ സ്ക്രാച്ചസ് പോലെ വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എന്നാൽ കാര്യമായിട്ട് എത്തിയിട്ടില്ല. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസെന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കുമ്പോൾ പൊടി കൂടുതലായിരിക്കും. പൊടി ഇതിൻ്റെ ഉള്ളിൽ കൂടുതൽ കിടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഹബ്ബിന് നല്ല രീതിയിൽ തേയ്മാനം വരും കേട്ടോ. അപ്പോൾ എപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ബ്രേക്ക് ലൈനറൊക്കെ മാറ്റിയിടുന്ന സമയത്ത് കമ്പനി ഒറിജിനൽ പാർട്സ് മേടിച്ചിട്ടാണ് ഏറ്റവും ബെറ്റർ. അത് താരതമ്യേന ഇതിനേക്കാളും കൂടുതൽ ലൈഫും കിട്ടും. കംപ്ലയിൻറ്റ്സ് ഇതേപോലെ നമ്മൾ ഹബ്ബിനൊക്കെ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത ഇതിനെ അപേക്ഷിച്ചിട്ട് കുറവാണ്. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്, ഓയിൽ ചേഞ്ച് കൂട്ടത്തിൽ നടത്തുന്നുണ്ട്. പിന്നെ ഈ സൈഡ് നമുക്ക് അതിൻ്റെ ഓയിൽ ലീക്കൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു, അത് സ്റ്റിക്കിൻ്റെ അവിടുത്തെ ഓറിങ് പോയതാണ്. അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽക്കൂടെ ഓയിൽ മാറ്റുമ്പോൾ സ്റ്റിക്ക് ഓറിങ് കൂടി നമ്മൾ കൂട്ടത്തിൽ മാറ്റും. മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് മെയിനായിട്ട് കാർബറേറ്ററിൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ കാർബറേറ്ററും എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമ്മൾ ചെക്ക് ചെയ്യും. ഞാൻ എയർ പ്ലഗ് അഴിക്കാനുണ്ട്, എയർ ഫിൽറ്ററും നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗ് മാറ്റി കളയാം. കാരണം ഞാൻ അത്യാവശ്യം ഇപ്പോൾ കാർബറേറ്ററിന് അതായത് അത്യാവശ്യം അഴുക്കുണ്ട്, അപ്പോൾ ഞാനത് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ വാക്യൂം പിസ്റ്റണൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ വാക്യൂം പിസ്റ്റൺ മാറ്റിയതിന് ശേഷം വേണം നമുക്ക് കാർബറേറ്റർ ക്ലീൻ ചെയ്ത് അതിൻ്റെ ഈ സ്ലോ ജെറ്റും ബ്ലോക്കായി കിടക്കണം. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് മാറ്റിയിടണം കേട്ടോ. ഇത് വലിയ റേറ്റൊന്നും വന്നില്ല, ഏകദേശം ഒരു 100 താഴെ വരുള്ളൂ. ഇതിനൊരു 700 സംതിങ് വരുന്നുണ്ട്, 800 താഴെ വരുന്നുണ്ട്, 765 അങ്ങനെ എന്താണ് വാക്യൂം പിസ്റ്റൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് ഈ കാർബറേറ്ററിൻ്റെ വാക്യൂം പിസ്റ്റൺ, സ്ലോ ജെറ്റ്, കാർബറേറ്റർ ക്ലീനർ വരും, അത് നമുക്ക് വേണം. പിന്നെ എയർ ഫിൽറ്ററും പ്ലഗും, എഞ്ചിൻ ഓയിൽ, ചെയിൻ സ്പോക്കറ്റ്, ബാക്കിലത്തെ ബ്രേക്ക് ഷൂ, അതേപോലെ തന്നെ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ്, പിന്നെ അത് കൂടാതെ നമുക്ക് വാട്ടർ സർവീസും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത്രയും ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളാം. ഏകദേശം ഒരു 7 മണിക്ക് വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടോളൂ.